തിരുമേനി കേറി വരിക. ഇതാണ് നമ്മുടെ തറവാട്. അപ്പൊ ഇതാണ് വർഷങ്ങളായിട്ട് ദുർമരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തറവാട് അല്ലേ? അതെ തിരുമേനി, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണം. ഇവിടെ അപ്പൊ സെന്റിനൊക്കെ എന്താണ് വില? ഒരു 1-2 ലക്ഷം രൂപയൊക്കെ വെച്ച് വരും. ഹൈ, അപ്പൊ ഈ ഇല്ല അങ്ങോട്ട് വിൽക്കുക, എന്നിട്ട് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കുക, അങ്ങോട്ട് താമസം മാറുക. പരിഹാരമായി നോൻ പോണു. തിരുമേനി പോവരുത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായി തന്നിട്ട് പോ. സമ്മതിക്കൂല. തിരുമേനി എന്തായി കാണിക്കുന്ന? പുഷപ്പ് എടുക്കുന്നു. ഹൈ, നോം പുഷപ്പ് എടുക്കുന്നതല്ല, നാം കബഡി തൊടുന്നുമ്പ് ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കാറുണ്ടേ. ആന്തര തിരുമേനി തൂങ്ങി കിടക്കുന്ന അതെന്റെ കിഴിയടാ. അപ്പൊ 2 കിഴിയാ? ഓ അമ്മേ ദേവി. തിരുമേനി കബഡി. ഹൈ, കബഡി കളിയിൽ നാം ഫസ്റ്റ് ആയിരുന്നു, സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. എങ്ങനെ അറിയാം? അതല്ല, ഈ കബഡി. ഈ കബഡി ആയിരുന്നാ? ചേടേ, ഇത് കംപ്ലീറ്റ് കെട്ടിട്ട് വെച്ചിരിക്കുകയാണല്ലേ. പണി പാളി. ഇതാ തിരുമേനി കാര്യം. കിഴി മാറിപ്പോയി. ഞാൻ കബഡി ഇട്ട് വെച്ചിരുന്ന കിഴിക്ക് പകരം വീട്ടിൽ ആട്ടിന് പുളിയരി ഇട്ട് വെച്ചിരുന്ന കിഴിയാണ് എടുത്തോണ്ട് വന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കപ്പലിന്റെ മേടിച്ചോണ്ട് വന്നായിരുന്നു, അതെടുക്കാം. ഇതായിരുന്നല്ലേ അതിനകത്ത്? ഈ കപ്പലുണ്ടെങ്കിൽ ഏക്കോ തിരുമേനി? ഹൈ, എന്താ സംശയം? കേട്ടിട്ടില്ലേ, കർത്തവാവിന്റെ അന്ന് കപ്പലിന്റെ തിന്ന കാക്കക്കൂട്ടിലും കല്ലെറിയാന്ന. ഗീതാഞ്ജലിയമ്മേ, അതാരാ? മാമ ഉള്ള കത്തില്ലേ തിരുമേനി? നോക്കിയൊന്ന് പരിഹാരങ്ങൾ പറയാ. അപ്പൊ അതാണ് പ്രശ്നം. എന്താ തിരുമേനി പ്രശ്നം? നീ ആ കബഡിയിൽ ഒരു വര തെളിഞ്ഞു വരുന്നത് കാണുന്നുണ്ടോ? കണ്ട്. ആ വര നോമിട്ടതല്ല, പിന്നെ നല്ല അസില് കടിയുറുമ്പ് വരി വെച്ച് പോണതാ. എന്റെ മുട്ടി കയറി തുടങ്ങി. ഇനി ഇവിടെ ഇരുന്നാ മൊത്തത്തിൽ കടിച്ചു പറിക്കും. നമുക്ക് എഴുന്നേറ്റ് മാറിയല്ലേ. തിരുമേനി ഊറുമ്പക്കാരന്റെ പാട്ടിന് പൊക്കോളും. തിരുമേനി നോക്കി പരിഹാരം പറ. തമ്മയ്യൂല. നിനക്കിപ്പോ ശനിയാണ്. അയ്യോ, എനിക്ക് മാത്രമല്ല, ഇന്ന് എല്ലാവർക്കും ശനിയല്ലേ? കംപ്ലീറ്റ് ആൾക്കാർക്കൊന്ന് ശനിയാണ്. തിരുമേനി കലണ്ടർ നോക്കിയില്ലേ? എടാ അതല്ല, നിനക്കിപ്പോ ശനിയുടെ അപഹാരം ഉണ്ടെന്ന്. അയ്യോ തിരുമേനി നോക്കിയേ, ഒരു കബഡി താനെ ആണെങ്കിൽ നീങ്ങുന്നു. ചേടാ, അത് കബഡി താനെ അനങ്ങി നീങ്ങുന്നതല്ല. നേരത്തെ വരിവെച്ച് പോയ മണിയനുറുമ്പ് ഒരു കപ്പലിന്റെ കഷ്ടം ചുവന്ന് മുതുവത്ത് വെച്ച് റാലി അടിച്ചു പോണതാ. ആ കപ്പലിന്റെ മൊത്തം ഉറുമ്പ് കൊണ്ട് പോണേന് മുമ്പ് പരിഹാരം നോക്കി പറയൂ. കിണ്ടി വെക്ക. എന്താ കാണിക്കുന്നത്? കിണ്ടി വെച്ച്. എടാ, ഈ കപ്പലിന്റെ കിണ്ടി വെക്കാനല്ല പറഞ്ഞത്, ആ കിണ്ടി ഇങ്ങോട്ട് വെക്കാൻ. ആ കിണ്ടി ഒറ്റ സെക്കൻഡ്. 2 ചിരി. എടാ ബിജു, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ കബഡിക്ക് വന്നിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്കാണെന്ന് വിളിച്ചെന്നെ ശല്യം ചെല്ലെന്ന്. നിന്റെ മുഴക്കാലി ഞാൻ കൊണ്ട് തരുമല്ലോ. ഞാൻ ഇതൊന്ന് കഴിയട്ടെ, ഇടയ്ക്ക് ശല്യം ചെല്ല്. തിരുമേനി പറ. മൊത്തം പ്രശ്നമാണല്ലോടാ. എന്താ തിരുമേനി പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണല്ലോടാ. പറ തിരുമേനി, എനിക്കറിയാം കബഡിയിൽ എന്താ തെളിയുന്നെന്ന് പറ. നീ ഇതാണ്ടേ ഇത് നോക്കിക്കേ. ആ സംഭവത്തിലോട്ട് സൂക്ഷിച്ചു നോക്കിക്കേ. എവനാണ് നമ്മളെ ഇല്ലത്തിന്റെ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവനായിരുന്നില്ലേ നമ്മളെ കുടുംബത്തിലെ പ്രശ്നക്കാരൻ. ഇനിയിപ്പോ പ്രശ്നം തീർന്നില്ലേ? കംപ്ലീറ്റ് പ്രശ്നം തീർന്നു. അയ്യോ, ഇനി ഒരു പ്രശ്നം ഇല്ലപ്പാ. ഇനി ഒരു പ്രശ്നവും ഇല്ല. അല്ല, പ്രശ്നമുണ്ട്. എന്താ തിരുമേനി പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. പറയാ, തെളിഞ്ഞത് പറയാ. അതായത് ഈ ഇല്ലത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ശൗചാലയം പണിഞ്ഞിരിക്കുന്നത്? തറവാട്ടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തായിട്ട് വരും. എന്താ തിരുമേനി, സ്ഥാനത്തിന് എന്തെങ്കിലും പൊളിച്ചു മാറ്റേണ്ടി എങ്ങനെ വരുമോ? ഈ സ്ഥാനത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ പണി കിട്ടിയിരിക്കുന്ന ആസ്ഥാനത്താ. രാവിലെ കഴിച്ച ഉരുളക്കിഴങ്ങ് കയറി പണി പറ്റിച്ചിരിക്കുന്നു. ഉള്ളത് പറയാലോ, നമുക്കൊന്ന് കക്കൂസി പോണം. എടോ, അപ്പൊ ഇവിടുത്തെ പ്രശ്നത്തിന്റെ പരിഹാരോ? എടാ ചെറുക്ക, ആദ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ, എന്നിട്ട് പോരെ നിന്റെ പ്രശ്നം. താൻ എവിടെ പ്രശ്നം നോക്കാൻ പോയാലോ അവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണല്ലോ. ഒന്ന് ഇറങ്ങി പോടോ. കൊള്ളായിരുന്നു.